രാജു പറയുന്നത് കേക്ക്. രാജു രാജു ശേഖർ സാർ മാറിക്ക്. രാജു ഒന്ന് നിക്ക്. രാജു ശേഖർ സാർ മാറി നിൽക്കാൻ. രാജു ഋതിക മാഡം മാറി നിൽക്ക്. എനിക്ക് വർമ്മ സാറിനെ കാണണം. സത്യങ്ങൾ പറയണം. എന്തിന്? അതെ, ഞാൻ സാറിനോട് പറഞ്ഞോളാം. രാജു വീണ്ടും പ്രശ്നം ഉണ്ടാക്കല്ലേ. എന്താ രാജുവിന്? എന്നെ നിങ്ങൾ എല്ലാവരും കൂടി പറഞ്ഞു പറ്റിച്ചു. ഇവിടെ ഇത്രയും കാര്യങ്ങൾ സംഭവിക്കുമ്പോ എനിക്ക് സത്യം വർമ്മ സാറിനോട് പറയണം. രാജു ഞാൻ പറയുന്നത് കേക്ക്. രാജു വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. രാജു, രാജുവിന്റെ വീട്ടുകാരും ചേട്ടനും വലിയ പ്രതീക്ഷയില്ല. ഈ ചടങ്ങോടെ മുടങ്ങിയാൽ എല്ലാരും വലിയ വിഷമത്തിലാവും. ഋതിക മാഡത്തിന്റെ ഭർത്താവിന്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ ഉത്സവത്തിന്റെ ഒരു ചടങ്ങും ചെയ്യാൻ പറ്റില്ലെന്ന് നിങ്ങളോട് നേരത്തെ പറഞ്ഞല്ലേ. അമ്മേ, അമ്മ പറഞ്ഞതുപോലെ ഞാൻ അവന് എരിവ് കയറ്റിയതേ ഉള്ളൂ. ആദ്യം അവിടെ കിടന്ന് പുകയാൻ തുടങ്ങിയിട്ടുണ്ട്. പുകയാൻ തുടങ്ങിയതല്ലടാ, പുകഞ്ഞ തീ ആളിക്കത്താൻ തുടങ്ങിയതാ. അമ്മേ, ഉത്സവത്തിനല്ല പൂരത്തിനാ കൊടിയേറിയിരിക്കുന്നത്. ഇനി നമുക്ക് കുടമാറ്റവും വെടിക്കെട്ടും എല്ലാം കാണും. അതേടാ മോനെ. ഞാൻ നിങ്ങളോടൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങൾ എല്ലാരും കൂടി എന്നെ ഇങ്ങനെ ക്രൂശിക്കുന്നത്? ആ വർമ്മ സാറിനെ ഇങ്ങനെ പറഞ്ഞു പറ്റിച്ച് എത്ര കാലം ഇതിനെ നമ്മൾ എല്ലാരും മുന്നോട്ട് കൊണ്ടുപോകുന്ന നിങ്ങൾ വിചാരിക്കുന്നത്? ശേഖരൻ സാർ ഇതിന് കൂട്ടു നിൽക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അല്ല, ശേഖരൻ സാർ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വർമ്മ സാർ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി ശേഖരൻ സാറിന് ഇതിനൊക്കെ പങ്കുണ്ടെന്ന് അറിയുവാണെങ്കിൽ എങ്ങനെയായിരിക്കും വർമ്മ സാർ പ്രതികരിക്കാൻ പോകുന്നത്? രാജു, എനിക്കതൊന്നും അറിയണ്ട. ചേട്ടൻ എന്നെ വഴക്ക് പറഞ്ഞാലും തല്ലിയാലും കൊന്നാലും എനിക്ക് പ്രധാനം രാജുവിന്റെ ഋതികമുടെയും ജീവിതമാ. അവിടെ വരെ എത്തിയല്ലേ കാര്യങ്ങള്. ഞാനൊരു തിരുമണ്ടൻ. എന്നെ കരുവാക്കി നിങ്ങൾ എല്ലാരും കൂടി എന്തൊക്കെയാ പ്ലാൻ ചെയ്ത് എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതിനെല്ലാം തലകുലുക്കി സമ്മതിച്ച് എന്നെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചിട്ടുള്ള ഒരു മനുഷ്യനെ ചതിക്കാൻ ഞാൻ കൂട്ടു നിൽക്കുക. രാജു ഇങ്ങനൊന്നും പറയല്ലേ. ശരിക്കും രാജുവിന്റെ ഉദ്ദേശം എന്താ? അച്ഛന് സന്തോഷമായും സമാധാനമായിട്ട് കാണണമെന്നാണോ? അതോ അച്ഛനെതിരെ ഗൂഢാലോചന നടത്തി അച്ഛന് മുകളിൽ ആധിപത്യം സ്ഥാപിക്കാൻ കാത്തു നിൽക്കുന്നവരുടെ ആഗ്രഹത്തിനനുസരിച്ച് എല്ലാം നടക്കണമെന്നാണോ? അതാണോ രാജുവിന് വേണ്ടേ? അമ്മേ, അതവള് നമ്മൾ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ. അവള് പറയട്ടെടാ. അവൾ എന്തൊക്കെ പറഞ്ഞാലും അവൻ സമ്മതിക്കാൻ പോകുന്നില്ല. ഋതിക മാഡം, വർമ്മ സാറിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആരൊക്കെ സാറിനെതിരെ എന്തൊക്കെ ഗൂഢാലോചനകൾ നടത്തിയാലും അതൊക്കെ പരിഹരിക്കേണ്ടത് എന്റെ കടമയാണെന്ന് എനിക്കറിയാം. അത് ചെയ്യാനുള്ള തന്റെ ഇടവും ആത്മവിശ്വാസവും എനിക്കുണ്ട്. പക്ഷെ ആ പേരില് ഋതിക മാഡത്തിന്റെ ജീവിതം തുലയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. മാഡവും ഞാനും ഒരുമിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി മാത്രമേ വർമ്മ സാറിന്റെ പ്രശ്നം പരിഹരിക്കാനാവുന്നില്ല. എനിക്ക് തന്നെ ഒറ്റയ്ക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. കണ്ടോടാ, ശരിക്കും ഏറ്റിട്ടുണ്ടമ്മേ അമ്മ പറഞ്ഞതുപോലെ തന്നെ.